നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സിബിൽ സ്കോർ കുറഞ്ഞത് ബാങ്ക് ജോലി നഷ്ടമാക്കി. വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ ദീർഘകാലത്തെ വീഴ്ചയുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന സിബിൽ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് നിയമനം റദ്ദാക്കിയ ബാങ്കിന്റെ നടപടി ശരിവെച്ച് മദ്രാസ് ഹൈക്കോടതി. സർക്കിൾ ബേസ്ഡ് ഓഫീസർ തസ്തികയിലേക്കുള്ള ഒരാളുടെ നിയമനം റദ്ദാക്കിക്കൊണ്ട് SBI പുറപ്പെടുവിച്ച ഉത്തരവാണ് മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചത്. SBIയുടെ HR വിഭാഗം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥി നൽകിയ ഹർജി തള്ളി ജസ്റ്റിസ് N മാലയുടേതാണ് വിധി. പൊതുജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന ബാങ്ക് ജീവനക്കാർ കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മോശമായതും സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതുമായ ഒരാളെ പൊതുജനങ്ങളുടെ പണം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയില്ല. റിക്രൂട്ട്മെന്റ് വിജ്ഞാപനത്തിൽ പരാമർശിച്ച ക്രെഡിറ്റ് സ്കോർ ചരിത്രത്തെക്കുറിച്ചുള്ള യോഗ്യതാ മാനദണ്ഡം പാലിക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടു തുടങ്ങിയ SBIയുടെ അഭിഭാഷകൻ ഉന്നയിച്ച വാദങ്ങളോട് കോടതി യോജിച്ചു. വായ്പകളുടെയോ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളുടെയോ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയവർക്കും സിബിലിൽ നിന്നോ മറ്റ് ബാഹ്യ ഏജൻസികളിൽ നിന്നോ പ്രതികൂല റിപ്പോർട്ടുകൾ ലഭിച്ചവർക്കും നിയമനത്തിൽ അർഹതയുണ്ടായിരിക്കുന്നില്ലെന്ന വിജ്ഞാപനത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരന് നിയമനം നൽകിയ ശേഷമാണ് അദ്ദേഹത്തിനെതിരായ പ്രതികൂല സിബിൽ റിപ്പോർട്ടിനെ കുറിച്ച് ബാങ്ക് അറിഞ്ഞത്. 2018 ICICI ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിരിക്കെ ഹർജിക്കാരൻ 90,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയുള്ള 3 വ്യക്തിഗത വായ്പകൾ എടുത്തിരുന്നുവെന്നും എന്നാൽ തുക തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും സിബിൽ റിപ്പോർട്ട് വെളിപ്പെടുത്തി. കൂടാതെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകളിലും വീഴ്ച വരുത്തിയിരുന്നു. ഇത് 2019 HDFC ബാങ്കിന് 40,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും പറയുന്നു. ഹർജിക്കാരൻ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഈ വിവരങ്ങളെല്ലാം മറച്ചുവെച്ചു എന്ന് SBI അഭിഭാഷകൻ ആരോപിച്ചു. എന്നാൽ തന്റെ കക്ഷി ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് എല്ലാ കുടിശ്ശികകളും തീർത്തിരുന്നു എന്നും അതിനാൽ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം അദ്ദേഹത്തെ ബാധിക്കുന്നില്ലെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഈ മാനദണ്ഡം ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് കുടിശ്ശികകൾ തീർക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് വായ്പകൾ കൃത്യസമയത്ത് തിരിച്ചടച്ചതിൽ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ക്രെഡിറ്റ് ചരിത്രത്തെക്കുറിച്ചാണെന്നും കോടതി വ്യക്തമാക്കി. മോശം ക്രെഡിറ്റ് ചരിത്രമുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കേണ്ടതില്ല എന്ന് SBI വിവേകപൂർണമായ തീരുമാനമാണ് എടുത്തതെന്നും കോടതി പറഞ്ഞു.